കോട്ടയത്തെ വടവാതൂരിൽ നിന്ന് ടോബി ജോൺസൺ കൂടി നമുക്കൊപ്പം ചേരും. അതുപോലെ ഡൽഹിയിൽ നിന്ന് ബൽറാം ചേരുന്നുണ്ട്. ആദ്യം ടോബിയിലേക്ക്. ടോബി, വടവാതൂരിലെ പൊളിക്കുമോ? തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല, ഇത്തവണയും പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെയൊക്കെ കൊച്ചി കാർണിവലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് കോട്ടയത്തും കാർണിവലുണ്ട്. അത് അതിമനോഹരമായിട്ട് ഈ വടവാതൂരിൽ നടക്കാറുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. മനോഹരമായ ഒരു പാടശേഖരം, ഒരു ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്താണ് ഈ കാർണിവൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇവിടെ എത്തുന്നതെല്ലാം കുടുംബങ്ങളാണ്. അതായത് വീട്ടിലുള്ള അമ്മമാരും സ്ത്രീകളും കുട്ടികളും എല്ലാം ഒരുപോലെ എത്തും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഒപ്പം തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇത്തവണയും 50 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരു പാപ്പാഞ്ഞിയെയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കത്തിച്ചുകൊണ്ടാണ് പുതുവത്സരത്തെ വരവേൽക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും, ആ പാപ്പാഞ്ഞിയെ ഇന്നലെ കൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണമെല്ലാം പൂർത്തിയായി. കാണാം, വലിയ ഒരു പാപ്പാഞ്ഞിയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി ഉയരമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ഇവിടുത്തെ ഈ സംഘാടകരും നാട്ടുകാരും എല്ലാം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇത്തവണത്തെ ഒരുക്കങ്ങൾ? എത്ര പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്? ഞങ്ങൾ കോട്ടയം കാർണിവൽ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി രൂപീകരിച്ച് ഇവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടി ഈ 2026 വരവേൽക്കുന്നതിന് വേണ്ടി ആഘോഷപൂർവ്വം സന്തോഷകരമായ ആ സുദിനം ഞങ്ങൾ കൊണ്ടാടുന്നതിന് വേണ്ടി എല്ലാം തയ്യാറെടുപ്പ്. ഒരു 10,000 പേരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിൽ കൂടുതലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വളരെ നാട്ടുകാരുടെ പൊതുവായ ഒരു സപ്പോർട്ടും നമ്മുടെ മാധ്യമങ്ങളെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രകൃതി ഭംഗിയാണല്ലോ. അതെങ്ങനെയാണ് നിങ്ങളുടെ നാടിനെ എങ്ങനെയാണ്? അതായത് നമ്മൾ കോട്ടയം ടൗണിൽ നിന്ന് മാറി കോട്ടയം ടൗണിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ഒരു പ്രദേശമാണല്ലോ. അപ്പോൾ ആളുകൾക്ക് വിശ്രമിക്കാനും ഇവിടെ തണലോരം എന്നുള്ള പേരിൽ നിങ്ങൾ വന്ന വഴിക്ക് കണ്ട് കാണും ബെഞ്ചുകളും ചാരുബെഞ്ചുകളും. അപ്പോൾ അത് തന്നെ വലിയൊരു ആകർഷണമാണ്. കാരണം പ്രകൃതി ഭംഗി, തൊട്ടപ്പുറത്ത് കൃഷി ചെയ്യുന്ന പാടശേഖരമാണ്, അവിടെ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ട് മനോഹാരിത നിറഞ്ഞൊരു പ്രദേശമാണ്. ഇത്തവണ കൂടുതൽ ഉയരമുണ്ട്, മനോഹരമായിട്ടുള്ള പാപ്പാഞ്ഞിയാണ് ഒരുക്കിയിരിക്കുന്നത്. ചേട്ടനാണ് നേതൃത്വം നൽകിയത്. എങ്ങനെയാണ് ഇത്? എല്ലാവരെയും ആകർഷിക്കുമോ? തീർച്ചയായും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മൾ രൂപഭംഗിയിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. രൂപത്തിൽ വ്യത്യാസം വരുത്തിയാണ് ചെയ്യുന്നത്. അതാണ്. എന്തായാലും നമുക്ക് ആ പാപ്പാഞ്ഞി ഒന്നും കൂടി കാണാം. മനോഹരമായിട്ടൊരു പാപ്പാഞ്ഞിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ കോട്ടയം കാർണിവൽ സൊസൈറ്റിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത്തവണയും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും, കൂടുതൽ പോലീസുണ്ട്, അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗാനമേളയുണ്ട്, മറ്റ് ആഘോഷ പരിപാടികളുണ്ട്. എല്ലാം കൊണ്ട് വൈകുന്നേരം മുതൽ തന്നെ ഇവിടുത്തെ ആഘോഷം ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.